മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെ കാണാനായിട്ട് ലേഖയാണെങ്കിൽ കണ്ണൻ്റെ ഓഫീസിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ കണ്ണൻ ലേഖയെ കാണുന്നത് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്തിനാണ് മഹി ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? മഹിയാണെങ്കിൽ ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. അവളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാണത് ദോഷമുണ്ടാകുന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ നന്നായിട്ട് തന്നെ ജനിക്കണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടെന്നെല്ലാം നമ്മുടെ ലേഖയാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുമ്പോൾ കണ്ണൻ ഇതൊന്നും കേട്ടിട്ട് അതൊന്നും വലിയൊരു കാര്യമായിട്ട് തന്നെ തോന്നാത്ത രീതിയിൽ തന്നെ ദേഷ്യപ്പെടുകയാണ്. എനിക്കിപ്പോൾ നിന്നെയും അനന്തുവിനെയും മഹിയുമെന്നും കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. എനിക്ക് നിങ്ങളെയൊന്നും കണ്ണിൽ പിടിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളാരും എൻ്റെ മുന്നിലോട്ട് വരരുതെന്നെല്ലാം അപേക്ഷിക്കുകയാണ് കണ്ണൻ. അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ കണ്ണീര് ഇപ്പോഴും കണ്ണേട്ടന് മാറിയിട്ടില്ല എന്ന് പറയുന്നതും കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. അങ്ങനെ ലേഖയെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. ലേഖയാണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കരുണയാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്തോല്ലാം സംശയങ്ങളുണ്ടായിട്ടുണ്ട്, കണ്ണേട്ടൻ്റെ സ്വഭാവത്തിന് എന്തോല്ലാം മാറ്റങ്ങളുണ്ടെന്നെല്ലാം പറയുമ്പോഴേക്കും അവൻ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വയലൻ്റായിട്ടായിരിക്കും പെരുമാറുന്നത് എന്ന് പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, ഇവിടെയുള്ളവരാരും അങ്ങനെ വയലൻ്റായിട്ട് കാണാറില്ലല്ലോ, എല്ലാം ഉള്ളിലൊതുക്കി നടക്കും, എന്നിട്ട് അവസാനമാണ് പൊട്ടിത്തെറിക്കുന്നതെന്നെല്ലാം കരുണ പറയുമ്പോഴേക്കും നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എനിക്ക് ജയിലും കോടതിയും എല്ലാം സ്വപ്നം കണ്ട് ഇനി കിടക്കാമല്ലോ, അതിനുള്ളൊരവസരമാണിപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നതെന്നെല്ലാം പറയുകയാണ്. അതേസമയം അനന്തു ആണെങ്കിൽ വാമദേവൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നു. അങ്ങനെ അനന്തു വാമദേവൻ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയുകയാണ്. അങ്ങനെ വാമദേവനാണെങ്കിൽ കൂടുതലായിട്ട് സംശയം ഉണ്ടാകുകയാണ്. അനന്തുവാണ് വിളിച്ചതെന്ന് പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ സംശയിക്കേണ്ട, കണ്ണേട്ടൻ എല്ലാം അറിഞ്ഞത് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ആകെ വെപ്രാളം പിടിക്കുന്നു. അതേസമയം വാമദേവൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമ്മൾ ഇനി കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അനന്തുവിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് വാമദേവൻ. അങ്ങനെ വാമദേവനാണെങ്കിൽ അനന്തുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്, എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കണ്ണനിൽ നിന്നുള്ള പ്രവൃത്തികളെല്ലാം തന്നെ അനന്തുവാണെങ്കിൽ വാമദേവനോടായിട്ട് പറയുകയാണ്. എന്തോ കാര്യമായിട്ട് അവനെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല മോനെ, എനിക്കത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നെല്ലാം പറയുകയാണ്. എത്രയും പെട്ടെന്ന് ആ പ്രതാപനെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം, അല്ലാതെ കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനമുണ്ടാകില്ല എന്ന് അനന്ത് പറയുന്നത് കേട്ട വാമദേവൻ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ഞാൻ നോക്കാമെന്ന് പറയുന്നു. പിന്നീട് ഉണ്ണിയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇത്രയായിട്ടും നിൻ്റെ അച്ഛനെ ഒന്ന് കാണാനായിട്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല, അതുകൊണ്ട് നമുക്ക് നിൻ്റെ അച്ഛനെ കാണാൻ പോകാമെന്ന് പറയുന്നതും കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തരിക്കുന്നു. കരുണ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഇപ്പോൾ പോകേണ്ട ഉണ്ണിയേട്ട, അച്ഛൻ എന്തെങ്കിലുമെല്ലാം വിളിച്ച് പറയും, അത് ഉണ്ണിയേട്ടനൊട്ടും കേട്ട് നിൽക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് കരുണ തടയുകയാണ്. പിന്നീട് സീമന്തിനോടായിട്ട് എല്ലാ കാര്യങ്ങളും വാമദേവൻ പറയുന്നു. അപ്പോഴേക്കും സീമന്തിനി പറയുന്നുണ്ട്, നിങ്ങളാണ് കണ്ണൻ്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാണ്, അതുകൊണ്ട് അതൊരിക്കലും അറിയാനായിട്ടൊരിട വരുത്തരുതെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമദേവനാണെങ്കിൽ പ്രതാപൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. പ്രതാപനെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പോവുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമദേവനാണെങ്കിൽ 2 ഗുണ്ടകളെയും കൊണ്ടുവന്ന് അയാളുടെ കൈയും കാലുമെല്ലാം കെട്ടുന്നു, വായെല്ലാം ടേപ്പ് കൊണ്ട് മൂടിക്കെട്ടുകയാണ്. എന്നിട്ട് അവിടെ നിന്നും പ്രതാപനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പ്രതാപനെ കൊല്ലാനെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അവിടെ നിന്നും കൊണ്ടുപോകുന്നത്. പക്ഷേ മുത്തശ്ശിക്കാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും കൊണ്ടുപോകുന്നത്. താനാണ് കണ്ണൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തതെന്നുള്ള കാര്യം അറിയാതിരിക്കാനായിട്ട് ഇത് തന്നെ ഒരു മാർഗമുള്ളൂവെന്ന് വാമദേവനാണെങ്കിൽ കരുതുന്നു. അങ്ങനെ പ്രതാപനെ ഒരു ആളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് വകവരുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.